2024 മെയ് 5 ഇന്ത്യയൊട്ടാകെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നീറ്റ് എൻട്രൻസ് എക്സാം എഴുതും. 40 വർഷക്കാലങ്ങളായി എൻട്രൻസ് രംഗത്ത് വിപ്ലവകരമായ വിജയം സൃഷ്ടിക്കുന്നതിൽ ബ്രില്യൻറ്റിനുള്ള സ്ഥാനം കേരളക്കര സാക്ഷിയായതാണ്. കേരളത്തിലെ 25,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാമിൻ്റെ ഭാഗമാവുകയാണ്. അതിനായി കേരളത്തിലെ 14 ജില്ലകളിലും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ 50-ലധികം സെൻറ്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമുകൾക്ക് കേരള ജനതയുടെ മനസ്സിൽ ഒരു വിളിപ്പേരുണ്ട്, കേരളത്തിൻ്റെ യഥാർത്ഥ നീറ്റ് എക്സാം എന്ന്. കാരണം 25,000-ലധികം വിദ്യാർത്ഥികൾ എൻട്രൻസ് എക്സാം എഴുതുന്ന മറ്റൊരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കേരളത്തിലില്ല. നീറ്റ് 2024 മോഡൽ എക്സാമുകൾക്കായി ബ്രില്യൻറ്റ് നിരവധി ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈവൻ, ഓഡ് എന്നീ ബാച്ചുകളായി തരം തിരിച്ച് വീക്ക്ലി 4 എക്സാമുകൾ വീതം എഴുതാൻ സാധിക്കുന്നു. എക്സാം കഴിഞ്ഞ് വെറും 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ റിസൾട്ട് ലഭിക്കുന്നു. അതിനുശേഷം ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ റിസൾട്ട് അനാലിസിസ് തന്നെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും യഥാസമയം ലഭിക്കുന്നു. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇനി അങ്ങോട്ട്, അതായത് മെയ് 4 വരെ ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമിൻ്റെ ഒരു വലിയ പരമ്പര തന്നെയാണ്. എല്ലാ വർഷവും വിജയികളെ സൃഷ്ടിക്കുന്നതിൽ ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമുകൾക്കുള്ള പ്രാധാന്യം ഞാൻ പറയേണ്ടതില്ല. കാരണം എൻട്രൻസ് എക്സാമിൽ വിപ്ലവകരമായ വിജയം സൃഷ്ടിച്ചിട്ടുള്ള ബ്രില്യൻറ്റിലെ ഇതുവരെയുള്ള എല്ലാ വിജയികളും എടുത്തു പറയാറുണ്ട് ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാമുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച്. രാജ്യത്താകമാനം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നീറ്റ് എക്സാം എഴുതുമ്പോൾ അതിൽ ഭൂരിഭാഗവും MBBS എന്ന സ്വപ്നവുമായി പടിയേറുന്നവരാണ്. അവരെല്ലാവരും മിടുക്കരാണെങ്കിൽ അവരോട് കിടപിടിക്കുന്ന തരത്തിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നമ്മുടെ ബ്രില്യൻറ്റിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ മോഡൽ എക്സാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റുഡൻസിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ എല്ലാവിധ ക്രമീകരണങ്ങളോടും കൂടി തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ ആദ്യ ദിവസം നമ്മുടെ മോഡൽ എക്സാം എഴുതിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ എക്സാം എന്ന്. സ്വാഭാവികമായിട്ടും ബ്രില്യൻറ്റിലെ നിരവധി എക്സാമുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആൻഡ് ഫൈനലി നിങ്ങൾ മോഡൽ എക്സാമിൽ വന്ന് നിൽക്കുകയാണ്. നമുക്കറിയാം ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമുകൾ തന്നെയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു, ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ട്? ഇന്നത്തെ എക്സാം നല്ലപോലെ എഴുതാൻ പറ്റി. ഇനിയും
ഇതേപോലെ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ആയി ഫൈനൽ എക്സാം ഈസി ആയിട്ട് എഴുതാൻ പറ്റും. സബ്ജക്റ്റ് വൈസ് പറയാനാണെങ്കിൽ എങ്ങനെയായിരുന്നു, ഏതായിരുന്നു കൂടുതൽ എളുപ്പം, ഏതായിരുന്നു കുറച്ച് ടൈം എടുക്കേണ്ടി വന്നത്? കുറച്ച് ടൈം എടുക്കേണ്ടി കെമിസ്ട്രിയാണ്. ഫിസിക്സും ബയോളജിയും കുഴപ്പമില്ല. ടൈം മാനേജ് ചെയ്യാൻ പറ്റുമോ? ഓ, എല്ലാ ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റി? എല്ലാ ക്വസ്റ്റ്യനും കടന്നുപോയി. എല്ലാം ഫുള്ള് ഉത്തരം കിട്ടിയില്ലെങ്കിലും എല്ലാ ക്വസ്റ്റ്യനിലും കടന്നു പോകാൻ പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ലായിരുന്നു, ഈസി ആയിരുന്നു. ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ സബ്ജക്റ്റ് ഏതാണ്? ഫിസിക്സ് തന്നെ. ഫിസിക്സ് ആണ്. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ടൈം എടുത്തതും ഫിസിക്സിന് വേണ്ടിയിട്ടായിരിക്കാം, മീൻസ് പഠിക്കാൻ അല്ലേ? അതുകൊണ്ടായിരിക്കാം വളരെ ഈസി ആയിട്ട് മോനെ ഫീൽ ചെയ്തത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫിസിക്സ് കൂടുതൽ ടൈം എടുത്തിട്ടാണ് പഠിക്കാറ്, കാരണം അതായിരിക്കും കുറച്ച് ടൈം കൺസ്യൂമിങ്. അതുകൊണ്ട് തന്നെ അപ്പോൾ പരീക്ഷ ഈസി ആയിരുന്നു അങ്ങനെ പഠിച്ചുകൊണ്ട്. ഇവിടെ വന്നിരുന്നൊരു സമയമുണ്ട്, ഇങ്ങോട്ട് എത്തിയിരുന്ന ഒരു കാലഘട്ടം. ആ ഒരു സമയത്ത് മോൻ ഏറ്റവും ഹാർഡായിട്ട് തോന്നിയിരുന്ന സബ്ജക്റ്റ് ഏതായിരുന്നു? അത് ഫിസിക്സ് തന്നെയായിരുന്നു. ഫിസിക്സ് തന്നെയാണോ? ഫൈനലി ഈ സ്റ്റേജിൽ എത്തുമ്പോൾ ഇപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ഫിസിക്സ് തന്നെ. ഫിസിക്സ് ആണ്. അതിനുവേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തത്. ബാക്കി ബയോളജി, കെമിസ്ട്രി, ബാക്കി സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ഇപ്പം ടൈം മാനേജ്മെൻറ്റ് അതിനെക്കുറിച്ചൊക്കെ പറയാനാണ്. ബയോളജി ഞാൻ ആദ്യം എഴുതാറ്. ഇപ്പോൾ ബയോളജി ഇന്ന് കുറച്ച് ബോട്ടണി കുറച്ച് ടൈം കൺസ്യൂമായി തോന്നി, പിന്നെ കുഴപ്പമില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും ഇനിയും ദിവസങ്ങളുണ്ട്. ഇനിയും നിങ്ങൾക്കറിയാം മെയ് 4-ാം തീയതി വരെ നമുക്ക് മോഡൽ എക്സാമുകളുണ്ട് അല്ലേ? മോഡൽ എക്സാമുകളുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും മോനി പറഞ്ഞ പോലെ തന്നെ ബോട്ടണിയിലൊക്കെ കുറേ കൂടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഫസ്റ്റ് മോഡൽ എക്സാം എഴുതിയപ്പോൾ കിട്ടിയോ? കിട്ടി. ഇനി നന്നായിട്ട് പഠിച്ചാൽ എന്തായാലും എഴുതാൻ പറ്റുന്നതാണ് തോന്നുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ഫസ്റ്റ് ഡേ ഓഫ് മോഡൽ എക്സാം ആണ് ഇന്ന്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ആദിത്യ പറഞ്ഞു ആദ്യത്തെ ദിവസമാണ്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടി വരും, എക്സാമിൽ അതിനുള്ള ഔട്ട്പുട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ട്. ഇതേ അഭിപ്രായം തന്നെയല്ലേ നിങ്ങൾക്ക്? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ മോഡൽ എക്സാം കഴിഞ്ഞ് സാർ എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയെത്തിയൊരു വിദ്യാർത്ഥിയാണ്. മോളുടെ പേര്? നിരഞ്ജനയുടെ മുഖത്ത് കാണാം വളരെ ഹാപ്പി ആയിട്ടാണ് കുട്ടി ഫസ്റ്റ് ഡേ മോഡൽ എക്സാം കഴിഞ്ഞ് വന്നിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എക്സാം? എക്സാം ഈസി ആയിരുന്നു, എനിക്ക് നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാം NCERTയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു, നീറ്റ് മോഡൽ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ആക്ച്വലി നീറ്റ് എഴുതും പോലെ തന്നെയാണ് ഇവിടെ വന്ന് മോഡൽ എഴുതിയതും. എളുപ്പമായിരുന്നു. കോൺഫിഡൻ്റ് ആയി. ഫസ്റ്റ് ഡേ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു കോൺഫിഡൻസ് കിട്ടി അല്ലേ? ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നന്നായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ആൻഡ് ഈ 2024 നല്ലൊരു സ്കോർ. എത്രയാണ് മോൾ ഡ്രീം ചെയ്ത സ്കോർ? 720 ഔട്ട് ഓഫ് 720 സ്കോർ ചെയ്യുന്നൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ മോൾക്ക് നേടാൻ സാധിക്കും. ഇനി എൻ്റെ ഒരു അടുത്ത ചോദ്യം, മോൾ ബ്രില്യൻറ്റിൽ വന്ന സമയത്തുണ്ടായിരുന്ന കരസ്ഥമാക്കിക്കൊണ്ടിരുന്ന ഒരു സ്കോറുണ്ട്. അതിൽ നിന്ന് ഫസ്റ്റ് ഡേ ഓഫ് മോഡൽ എക്സാമിൽ എത്തി നിൽക്കുമ്പോൾ കരസ്ഥമാക്കാൻ പോകുന്നൊരു സ്കോറുണ്ട്. ഇതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുവാണെങ്കിൽ എത്രയായിരിക്കും? ഇതുവരെ കിട്ടിയ എല്ലാ എക്സാമിൽ നിന്നും ഹയസ്റ്റ് സ്കോറാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്, അത് ഉറപ്പാണ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ക്യാഷ് എടുക്കാൻ വന്നത്. അപ്പം ഇതുവരെ കിട്ടിയ എക്സാമിൽ നിന്ന് ഹയസ്റ്റ് സ്കോർ തന്നെയായിരുന്നു മോഡൽ. അത്രയും പ്രിപ്പയറും ചെയ്യാൻ പറ്റി. പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ അല്ലേ, നന്നായിട്ട് തന്നെ എഴുതാനും പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും മോളോട് ഞാൻ ചോദിക്കുകയാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇന്ന് സ്വാഭാവികമായിട്ടും കേരളത്തിലുടനീളമുള്ള വിദ്യാർത്ഥികൾ, ബെർലിൻ്റെ എനിക്ക് തോന്നുന്നു 10,000-കണക്കിലധികം വിദ്യാർത്ഥികളാണ് എക്സാം എഴുതിയിരിക്കുന്നത്, അവരെല്ലാം കാണുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ മോൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ ഒരു സബ്ജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ എക്സാമിൽ എങ്ങനെ ഉണ്ടാകും? ബയോളജി ഈസി ആയിരുന്നു. ഫിസിക്സ് ഞാൻ ടഫാവും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്, പക്ഷെ അത് ഭയങ്കര സിമ്പിളായി. കെമിസ്ട്രി കുറച്ചൊരു ആവറേജ് ലെവലായിരുന്നു. ഞാൻ കെമിസ്ട്രി കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ഇത്തിരി ആവറേജായി. ഫിസിക്സ് എളുപ്പമായി, ബയോ എളുപ്പമായിരുന്നു. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇന്നത്തെ എക്സാം എഴുതിയത്. ആ ഒരു കോൺഫിഡൻസ് മോളുടെ വാക്കുകളിലുമുണ്ട്. ഇനി അങ്ങോട്ട് മോൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ നേടാനും സാധിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും മോളെ. താങ്ക് യു സാർ. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. വിദ്യാർത്ഥികളെല്ലാവരും വളരെ ചിരിച്ച് പ്ലസൻ്റ് ആയിട്ട് തന്നെയാണ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള ക്രമീകരണങ്ങളിലൂടെ തന്നെയാണ് ബ്രില്യൻ മോഡൽ എക്സാം നടത്തുന്നതും. ആൻഡ് നമ്മുടെ കുട്ടികളെല്ലാവരും അത്ര ടാലൻറ്റഡ് ആണ്, അത്ര ബ്രില്യൻ്റ് ആണ് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികളോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? എക്സാം അടിപൊളിയായിരുന്നു, ടൈമൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് എഴുതാൻ പറ്റി. അപ്പോൾ ഭയങ്കര സന്തോഷം ആദ്യത്തെ മോഡൽ എക്സാം എങ്ങനെ എഴുതാൻ പറ്റിയത്. ഓക്കെ, മോൾക്ക്? കുറച്ച് ഫിസിക്സ് ഒക്കെ എളുപ്പമുണ്ടായിരുന്നു, എന്നാലും കുറച്ചുകൂടി ടൈം കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ഓവറോൾ കുഴപ്പമില്ലായിരുന്നു, ഈസി ആയിരുന്നു. ഏറ്റവും ഹാർഡായ സബ്ജക്റ്റ് എന്ന് പറയുന്ന മോനൊരു ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, അത് ഏതാണ്? ഫിസിക്സ് ആണ്. ഇന്ന് മോഡൽ എക്സാമിൻ്റെ ഫസ്റ്റ് ഡേ ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, എളുപ്പമായിരുന്നു. മുമ്പ് എഴുതിയതിനെക്കാട്ടി എളുപ്പമായിട്ട് തോന്നി ഫിസിക്സ്. എന്താണ് വാട്ട് അബൌട്ട് യു? ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല ലാസ്റ്റ്. എളുപ്പമായിരുന്നു, ഫിസിക്സ് കുറച്ചും കൂടി എളുപ്പമായിരുന്നു, പക്ഷേ ടൈം ലാസ്റ്റ് കിട്ടിയില്ല. കെമിസ്ട്രിയിലൊക്കെ കുറച്ചധികം ടൈം എടുത്തു പോയി. ബയോളജി കുഴപ്പമില്ലായിരുന്നു, കൺസെപ്റ്റുവലായിരുന്നു. ഫിസിക്സിൻ്റെ പ്രോബ്ലംസിലേക്കൊക്കെ എത്താം. കുഴപ്പമില്ലായിരുന്നു, കാരണം ഇന്ന് കമ്പാരിറ്റീവ്ലി എല്ലാം നല്ല ഈസി ആയിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എല്ലാം ചെയ്യാൻ പറ്റി, കുഴപ്പമില്ലായിരുന്നു.
വന്ന ടൈമിൽ നമുക്കറിയാം വീക്ക്ലി എക്സാംസ് ഒക്കെ ഒരുപാട് നടക്കാറുണ്ട്. അതിൽ നിന്ന് മോഡൽ എക്സാമിൽ എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ഒരു പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുവാണെങ്കിൽ മോൾക്ക് എന്ത് പറയാൻ പറ്റും? ടഫായിരിക്കുന്നതാണ് സംഭവം വിചാരിച്ചു, പക്ഷേ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു സാധനം. ഇങ്ങനെ നമ്മുടെ വീക്കിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഒരു മോഡലായിരിക്കുന്നതാണ് വിചാരിച്ചു, പക്ഷേ കുഴപ്പമുണ്ടായില്ല, എല്ലാം നൈസായിട്ട് പോയി, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ആൻഡ് ഇന്ന് എക്സാം ഹാളിൽ കയറുന്നതിന് മുൻപൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരുന്നു, എക്സാം കഴിഞ്ഞിപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു കോൺഫിഡൻസിനെ കുറിച്ച് പറയാനാണ് നമ്മൾ എന്ത് പറയും? മീൻസ് നന്നായി പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. എളുപ്പമാണ്, പഠിച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. മോൾ നന്നായിട്ട് പഠിച്ചിരുന്നു. ഞാൻ ഫിസിക്സ് ചെയ്തില്ലായിരുന്നു, അതിപ്പോൾ ഫിസിക്സ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി. ബാക്കി രണ്ടും എളുപ്പമായിരുന്നു, കെമിസ്ട്രിയും ബയോളജിയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇന്നോട്ടിരുന്ന് പഠിച്ച് അല്ലേ, മോഡൽ എക്സാമുകൾ ഇനി അങ്ങോട്ട് മെയ് 4 വരെ മോഡൽ എക്സാമാണ്. അപ്പോൾ അതുവരെ നല്ലൊരു സ്കോർ നേടാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്ന് എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മോൾക്ക് കിട്ടി. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു ഫിസിക്സിൽ ഇനി കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യണം. യെസ്, മോൾക്ക് ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സാം ആയിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ലോണം എഴുതാൻ പറ്റി. ആക്ച്വലി പഠിച്ച് തീരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇന്ന് സ്വാഭാവികമായിട്ട് ഈ 3 സബ്ജക്റ്റിലെയും നമ്മൾ പോരാടി. ആൻഡ് എന്താണ് ആ 3 സബ്ജക്റ്റിനെ കുറിച്ച് പറയാനാണ് ഇൻഡിവിജ്വൽ? ഞാൻ വിചാരിച്ചു ഫിസിക്സ് കുറച്ച് ടഫായിരിക്കും, കെമിസ്ട്രി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ കെമിസ്ട്രി എനിക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നിയായിരുന്നു, കെമിസ്ട്രി കുറച്ച് പാടായിട്ട് തോന്നി. ബയോളജിയും കുഴപ്പമില്ലായിരുന്നു, ഫിസിക്സും ബയോളജിയും വലിയ കുഴപ്പമില്ലായിരുന്നു, കെമിസ്ട്രിയും കുറച്ച് പാടായിരുന്നു, എന്നാലും എഴുതാൻ പറ്റി, വിചാരിച്ചേക്കാളും നല്ലതായിട്ട് എഴുതാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്കാണ് നമ്മൾ മെയ് 5-ാം തീയതിയിലേക്ക് എത്തുന്ന സ്മാർട്ട് വർക്ക്. അപ്പോൾ എല്ലാവിധ ആശംസകളും, ഓൾ ദി വെരി ബെസ്റ്റ്. യെസ്, അപ്പോൾ നീറ്റ് 2024 തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ബ്രില്യൻറ്റിൽ പഠിച്ച് നമ്മുടെ പാലായിലെത്തി ഈ വർഷം വലിയ വലിയ റാങ്കുകളും സ്കോറുകളും ഒക്കെ കരസ്ഥമാക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഇന്നത്തെ മോഡൽ എക്സാമിൻ്റെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? எக்ஸாம் நல்லா இருந்துச்சு. டைம் எல்லாம் சேவ் பண்ணணும். டைம் சேவிங் லைக் இயர் ஃபுல்லாக பண்ண ப்ராக்டிஸ் இப்போது யூஸ்ஃபுல்லாக இருந்துச்சு. அண்ட் எக்ஸாம் ஓவராலாக நல்லா இருந்துச்சு. இப்போ போய் செக் பண்ணணும் ஆன்சருக்கு ஃபர்ஸ்ட் ஆஃப் ஆல். சப்ஜெக்ட் வைஸ் சப்ஜெக்ட் வைஸ் பயாலஜி கொஞ்சம் ஈஸியாக இருந்துச்சு. ஃபிசிக்ஸ் கெமிஸ்ட்ரி ஓகே, லைக் நாட் வெரி டிஃபிகல்ட் கொஷின்ஸ் பட் மாடரேட்டாக இருந்துச்சு. ஃபிசிக்ஸ் ப்ராப்ளம்ஸ் எல்லாம் ஃபிசிக்ஸ் குட், மற்றெல்லாம் ஓகே. டைம் மேனேஜ்மெண்ட் அது ஃபுல் ப்ராக்டிஸில் இருந்ததுனால ப்ராப்ளம் இல்லை. ஃபிசிக்ஸ் வந்து மோஸ்ட்டாக ப்ராப்ளம்ஸோட இந்த வாட்டி தியரி கொஸ்டின்ஸ் அதிகமாக இருந்துச்சு. ஸோ ஃபிசிக்ஸ் ஓரளவுக்கு ஈஸியாக தான் இருந்துச்சு. பயாலஜியுமே ரொம்ப சிம்பிளாக இருந்துச்சு. டைம் மேனேஜ்மெண்ட்னு பார்த்தா வீக்லி நடக்கிறனால எனக்கு கொஞ்சம் ப்ராக்டிஸாக இருந்துச்சு நல்லாவே. ஓவரால் எக்ஸாம் ஓகே தான், ரொம்ப டிஃபிகல்ட் இல்லை, ஈஸியாக தான் இருந்துச்சு. பயாலஜி வந்து கொஞ்சம் ஈஸியாக தான் இருந்துச்சு, டேரெக்ட்லி என்சிஆர்டிலேருந்து வந்துருந்துச்சு. கெமிஸ்ட்ரி வந்து என்சிஆர்டி ஸ்டேட்மெண்ட்ஸு நாட் மச் லென்த்தி, ஷார்ட் கொஷின்ஸ் தான், ஈஸி கால்குலேஷன்ஸ். ஃபிசிக்ஸ் குறைச்சி ஸ்டாண்டர்ட், கொஞ்சம் ஸ்டாண்டர்ட் இருந்துச்சு, பட் ஓகே, நாட் ஸோ ஹார்ட். ஃபிசிக்ஸ் ஈஸி. இப்போ கெமிஸ்ட்ரி பொறுத்தளவு என்சிஆர்டி ஸ்டேட்மெண்ட்ஸ் தான் ஃபுல்லாக, அதனால் கெமிஸ்ட்ரி ஈஸியாக தான் இருந்துச்சு. என்னை பொறுத்தளவு நான் பயோ கொஞ்சம் அவ்வளோவா ப்ரிப்பேர் பண்ணல, அதனால் பயோ மட்டும் எனக்கு கொஞ்சம் டஃப்பாக இருந்துச்சு. ஆனால் ரொம்ப டஃப் இல்லை, ஃபுல்லாக என்சிஆர்டி ஸ்டேட்மெண்ட்டுங்கிறதுனால இதுக்கு முன்னாடி படித்த நாலேஜ் வச்சு எழுதுனாலே நல்ல மார்க் எடுக்கும். வந்த காலையில் நீங்கள் இங்கே கிடச்சிருக்க ஸ்கோர் இருக்குது, அது எவ்வளோ? அண்ட் இப்போ ஃபஸ்ட் எக்ஸாம் 530 சம்திங் இருந்துச்சு, இப்போ 615 മാർക്ക് വന്നത്. വെരി ഗുഡ്. ആൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബയോളജി എങ്ങനെ ഉണ്ടായിരുന്നു, കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു, ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊതുവെ നോക്കുകയാണെങ്കിൽ എക്സാം വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഫിസിക്സിലൊക്കെ പ്രോബ്ലംസ് കുറവായിരുന്നു, കണക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളതൊക്കെ കുറവായിരുന്നു. ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യാനുള്ളത് മാത്രമേ അത് ഉണ്ടായുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ടൈം സേവ് ചെയ്യാൻ പറ്റും. ടൈം സേവ് ചെയ്തു. വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അറിഞ്ഞില്ല. എക്സാംസ് എഴുതി ഓൾറെഡി പ്രാക്ടീസ്ഡ് ആണ് നിങ്ങൾ. ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് എക്സാമിൻ്റെ ഒരു സീരീസ് തന്നെയാണ് വരാൻ പോകുന്നത്. ആൻഡ് അപ്പോൾ ആ ഒരു എക്സാംസ് എഴുതി ഇതുവരെ ലഭിച്ചൊരു പ്രാക്ടീസിനെ ഇന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയതിനെ കുറിച്ച് പറയാം. ഇന്ന് മുമ്പൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ സമയം വേണ്ടി വരും ഫിസിക്സിൻ്റെ പ്രോബ്ലംസിലൊക്കെ ആണെങ്കിൽ. ഇന്ന് പിന്നെ അതിൻ്റെ അത്രയും ഇത് ആവശ്യം വന്നില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.